ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ +1 ബയോ സയൻസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു +1 മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് അറിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ റിസൾട്ട് കിട്ടിയിട്ട് ഫുൾ A+ കിട്ടിയിട്ടുള്ളവരുണ്ടായിരിക്കാം. ചിലപ്പം 9 A+, ഒരു A ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ 8 A+, അങ്ങനെ പല രീതിയിലുള്ള ഗ്രേഡൊക്കെ കിട്ടിയുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ കിട്ടുന്ന ഗ്രേഡ് നമ്മുടെ +1 യാതൊരു ബന്ധമില്ലാത്തൊരു ഗ്രേഡാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 10ാം ക്ലാസ്സിൽ കിട്ടുന്ന ഈ ഒരു ജസ്റ്റ് അല്ലെങ്കിൽ ഇപ്പം എനിക്കത് പറയുമ്പം അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷേ 10ാം ക്ലാസ്സിൽ എൻ്റെ റിസൾട്ട് അറിഞ്ഞ് എനിക്കിപ്പോൾ ഫുൾ A+ കിട്ടിയപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിയ കാര്യമായിരുന്നു. കാരണം നമ്മളിട്ട എഫേർട്ടിന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര വാല്യൂ ഉള്ളതായിരിക്കും. ആ ഒരു ടൈമിലെന്നല്ല, നമ്മുടെ നാട്ടുകാർക്ക് വരെ ആ സമയത്ത് ഭയങ്കര വാല്യൂ ഉള്ള റിസൾട്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് +1 വരുമ്പോഴായിരിക്കും ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമുക്കൊരു ഫുൾ A+ ഒക്കെ കിട്ടി, നമ്മുടെ മൈൻഡിൽ നമ്മൾ ഭയങ്കര ഗ്രേറ്റാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളിട്ട എഫേർട്ടിന് കിട്ടി, അല്ലെങ്കിൽ പലരെ സംബന്ധിച്ചു എനിക്കൊക്കെ ഫുൾ A+ കിട്ടും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോഴും അത് ഭയങ്കര ഇതായിരിക്കും. പക്ഷേ +1 നിങ്ങൾ പഠിച്ചു തുടങ്ങി, നിങ്ങൾ എക്സാം ഒക്കെ എഴുതി തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ 10ലൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നുമേ അല്ലായിരുന്നു. എന്നെയൊക്കെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ, ഞാനാണെങ്കിൽ ആദ്യമേ സയൻസ് എടുക്കുന്നു എന്നൊരു പ്ലാനിങ്ങിൽ ഇരുന്ന ആൾക്കാണ്. ഇപ്പോഴും സയൻസ് എടുക്കണം, കൊമേഴ്സ് എടുക്കണം എന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ A+ അല്ല ഒരിക്കലും നിങ്ങൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ പഠിക്കേണ്ടതെന്ന് പഠിച്ച് നിങ്ങളുടെ എയിമിൽ എത്തുന്നതിൽ നിന്ന് തീരുമാനിക്കുന്നത് A+കളല്ല. ഉറപ്പായിട്ടും അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ട്രീം തന്നെയാണ്. അപ്പോഴേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ സയൻസ് ചൂസ് ചെയ്തിട്ട് ഏത് മേഖലയിലോട്ടാണോ നിങ്ങൾക്ക്, അതായത് മെഡിക്കൽ മേഖല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സയൻസുമായിട്ട് റിലേറ്റ് ആയിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ് ആയിരിക്കും ചൂസ് ചെയ്യുക. അതിനായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ. അല്ലാതെ കൊമേഴ്സ് ചൂസ് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്. അപ്പോഴും നമുക്ക് സയൻസ് ആണോ കൊമേഴ്സ് ആണോ കിട്ടാൻ ചാൻസ് എന്നുള്ളതാണ് കൂടുതൽ A+ തീരുമാനിക്കുന്നത്. 8 A+ കിട്ടുള്ളൂ അല്ലെങ്കിൽ 9 A+ കിട്ടുള്ളൂ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആരും സയൻസ് പഠിക്കാൻ അർഹതയില്ലാത്തവരാണ്. അങ്ങനെയുള്ള ഒരു ചിന്തയില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കണ്ടിരുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോഴതൊക്കെ പിന്നെ കുറഞ്ഞു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയാലും ഇല്ലെങ്കിലും ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിനെയൊക്കെ അങ്ങ് ഒഴിച്ച് നിർത്തിയിട്ട് സയൻസ് തന്നെ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് തള്ളിവിടുന്ന ആളുകളുണ്ട്. തള്ളിവിടുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസ് ആണെങ്കിൽ വിടാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ പറയും, സയൻസ് എടുക്കുന്നതാണ് നല്ലത്, ഫുൾ A+ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോഴും ഫുൾ A+ കിട്ടിയാൽ മാത്രമേ സയൻസ് എടുക്കാവൂ എന്നുള്ളൂ. ഞാൻ ഫുൾ A+ കിട്ടിയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. എനിക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സയൻസ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, +1 നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ ഫസ്റ്റ് +1 പോയപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ്, ഫിസിക്സ്, ബയോളജി ഒക്കെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കും. നമ്മൾ ശരിക്കും +1 ഭയങ്കര സിമ്പിളാണല്ലോ, ഇതിലൊക്കെ എന്താണ് നമ്മൾ 10ൽ പഠിച്ചതുപോലെ ആണല്ലോ എന്നൊക്കെ നമ്മൾ കുറേ വിചാരിക്കും. പക്ഷേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയില്ലേ അതിൻ്റെ പുറമേ കണ്ട് ഇതാക്കരുതെന്ന് പറയുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ മാത്രം ജസ്റ്റ് പഠിച്ചതുകൊണ്ട് നമ്മൾ +1 മൊത്തത്തിൽ വിലയിരുത്താനൊന്നും പോകരുത്. പിന്നെയും ഒരുപാട് പറയണം, എനിക്കൊന്ന് +2നെ അപേക്ഷിച്ച് ചിലപ്പം കുറേയും കൂടെ എളുപ്പമാണ് +1 എന്ന് +2ലുള്ള ആളുകൾ പറഞ്ഞ് എനിക്കറിയാം. ഞാനിപ്പോൾ +2 പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, എങ്കിലും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു അറിവുണ്ട്. +2നെക്കാളും കുറച്ച് എളുപ്പമാണ്. പക്ഷേ 10നേക്കാളും കുറച്ചുകൂടെ പാടാണ്. കുറച്ചുകൂടെ പാടെന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് പാടാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരേ ഒരു രീതി ആയിരിക്കത്തില്ല. മനസ്സിലാവുന്നതാണെങ്കിലും പഠിപ്പിക്കുന്നതാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും. ഇപ്പോഴേ നമുക്കാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഫിസിക്സ് 7 ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാവുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. കുഞ്ഞെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു, കാരണം ഞാൻ +1 പഠിച്ചതുകൊണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അത് കുഞ്ഞു ചാപ്റ്റർ ആയിരിക്കത്തില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്നിട്ട് പക്ഷേ നമുക്കിവിടെ +1 നോക്കുകയാണെങ്കിൽ നമുക്ക് 14 ചാപ്റ്ററാണ് പഠിക്കാവുള്ളത്. എങ്കിലും അതിൽ കുഞ്ഞു ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കൂടാതെ ഭയങ്കര ലെന്തി ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 14 ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഫിസിക്സ്, അതിലും നമുക്ക് കുറേ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ഡെറിവേഷൻസ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഡെറിവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ +1 വന്നിട്ടായിരിക്കും. കാരണം ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കാനുള്ളത് ഭയങ്കര പാടാണ്. ഡെറിവേഷൻസ് ഒന്നും നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നതല്ല. അത് കാരണം തന്നെ നമുക്ക് ഡെറിവേഷൻസ് ഓർത്തെടുക്കാൻ എഴുതാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് വരുന്നതാണ്. കാരണം ഈ ഡെറിവേഷൻസ് ഒക്കെ അതുപോലെ പഠിച്ചുകൊണ്ട് പോയിട്ട് പകുതി സ്റ്റെപ്പായിട്ട് നിന്ന് പോകുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. എനിക്കും അങ്ങനത്തെ അനുഭവമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർത്തെടുക്കുന്ന സംഭവങ്ങളാണ്. അതാണ്. പിന്നെ കെമിസ്ട്രിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഫിസിക്സിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒന്നുമില്ല. +1 അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഒന്നുമില്ല. അത്യാവശ്യം ഈ കുറച്ച് ഈസിയൊക്കെ ആയിട്ടുള്ള സിലബസ് ആണെങ്കിലും കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ കെമിസ്ട്രിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ചാപ്റ്ററിലാണ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിലും കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുന്തോറും പ്രോബ്ലംസ് ഒന്നും ഇല്ല. അതാണ് ബാക്കി. പിന്നെ അങ്ങോട്ട് പോകുന്തോറും പിന്നെ പ്രോബ്ലംസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്
തെർമോഡൈനാമിക്സും പിന്നെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിലൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത്. പിന്നെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബാലൻസിങ് ഉണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിൽ ഹൈഡ്രോ കാർബൺസ് അത് 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അത് പക്ഷേ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഓർഗാനിക് കെമിസ്ട്രിയുടേതാണ്. പക്ഷേ നമ്മൾ പത്തി പഠിച്ചത് വെച്ച് നമ്മൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കെമിസ്ട്രി ഒക്കെ അങ്ങ് ഒരു കുന്നുപോലെ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയാണ് കെമിസ്ട്രി ഒക്കെ എന്തോന്നാ ഇതെന്നൊക്കെ വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം നമ്മൾ 10നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കെമിസ്ട്രി ഒരുപാടാണ് പഠിക്കുക. ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിലപ്പോൾ 10ൽ നമ്മൾ പഠിച്ച ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ ആ സെക്കൻഡ് ചാപ്റ്റർ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഭയങ്കര എന്താണ് സെക്കൻഡ് ചാപ്റ്റർ, പിന്നെ 4ാമതൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ച് സിമ്പിളൊക്കെ ആണെങ്കിൽ കൂടിയും ഭയങ്കര ലെന്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് കൂടുതൽ ചാപ്റ്റേഴ്സ്. മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും മാത്സ് നല്ല എളുപ്പമാണല്ലോ, മാത്സ് ഭയങ്കര സിമ്പിളാണ് കാര്യങ്ങളാണെന്നൊക്കെ. പക്ഷേ മാത്സിൻ്റെ ഒരു സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രി ഒക്കെ നമ്മൾ പഠിച്ചത് മാത്രമൊന്നുമല്ല, കുറേയധികം റിസൾട്ട് നമുക്കിവിടെ വരുമ്പോൾ പഠിക്കാനുണ്ട്. ആ റിസൾട്ട് വെച്ചിട്ട് കുറേയധികം പ്രോബ്ലംസ് ചോദിക്കും. ഞങ്ങളുടെ +1നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നേ +1ൻ്റെ പബ്ലിക് എക്സാം എഴുതിയ നമ്മുടെ +2 കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ സീനിയേഴ്സ്, അവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ +1 എക്സാം എഴുതിയ സമയത്ത് മാത്സിൻ്റെ എക്സാം ടഫായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ടഫായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഡിലീറ്റഡ് പോർഷൻസ്, അങ്ങനെ ചില പോർഷൻസിൽ നിന്നൊക്കെ ഭയങ്കര ടഫായിട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷൻസൂടെ കവർ ചെയ്ത് ഏത് രീതിക്ക് ടഫായിട്ട് വന്നാലും എഴുതണം, അങ്ങനെയാണ് എന്നൊക്കെയുള്ള മട്ടിൽ നമ്മുടെ മനസ്സിലൊന്ന് ഭയങ്കര പേടിച്ചാണ് നമ്മൾ മാത്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. കാരണം മാത്സ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായി തുടങ്ങി. 10 വരെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു സബ്ജക്റ്റ് +1 എന്നിട്ട് നമ്മൾ പേടിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. അങ്ങനെ പേടി തുടങ്ങി നമുക്ക് +1 ഓണം എക്സാം ഇല്ലല്ലോ, ഓണം എക്സാം ഇല്ല, നമുക്ക് ക്രിസ്മസ് എക്സാമാണ് ഉള്ളത്. അപ്പോൾ ക്രിസ്മസ് എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് എക്സാം എഴുതിയപ്പോഴാണെങ്കിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായപ്പോഴും നമ്മുടെ ഉള്ള ഇതെല്ലാം പോകും. കാരണം നമ്മൾ +1 വന്ന് നമുക്ക് അറിയാം മാത്സിൻ്റെ എക്സാം എന്തായാലും ടഫാവും. അങ്ങനെ മാത്സിൻ്റെ എക്സാം ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഫസ്റ്റ് എക്സാമാണ് എഴുതുന്നത്, ക്രിസ്മസ് എക്സാം. നമ്മൾ ഇത്ര നാൾ പഠിച്ചിട്ട് ക്രിസ്മസ് എക്സാമാണ് ബോർഡിൻ്റെ ഒരു എക്സാം പേപ്പർ നമ്മൾ എഴുതുന്നത്. അന്നേരത്തേക്ക് നമ്മുടെ ഉള്ള കിളികളെല്ലാം അങ്ങ് പോകും. അങ്ങനെ ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മളെ കുറേ ഹോപ്പ് അങ്ങ് പോകും, മാത്സ് എങ്ങനെയും ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന്. ഇത് നമുക്ക് പിന്നെ ടെൻഷൻ കൂടാൻ തുടങ്ങും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്രിസ്മസ് എക്സാം പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ഞങ്ങളുടെ മോഡൽ എക്സാം അതിലും പാടായിരുന്നു. എനിക്കൊന്ന് ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും എല്ലാം പാടായിരുന്നു. അങ്ങനെ മാത്സിൻ്റെ കാര്യമാണ് പറയുന്നത്. പാടായിട്ട് ഞങ്ങൾ പോയിട്ട് നമ്മുടെ പബ്ലിക് എക്സാം എഴുതി. +1 മറ്റേ +2 ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണെന്നൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു മാത്സിന് വെച്ച്. സിമ്പിളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ശരിക്കും നമുക്ക് സന്തോഷം വരും. കാരണം നമ്മൾ ക്രിസ്മസ് എക്സാം എഴുതിയ ടഫായിരുന്നു, മോഡൽ എക്സാം ടഫായിരുന്നു. എന്നിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിനാണ് നമുക്ക് കുറച്ച് പ്രതീക്ഷയുള്ളത്. ആ ഒരു എക്സാം അവർ ഈസി ആക്കിയപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1ലേക്ക് വരുന്ന ബയോ സയൻസ് എടുക്കുന്നവരോട് എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ടഫാവും എന്ന് പ്രതീക്ഷ തന്നെ വന്നോളുക. നിങ്ങൾ സയൻസ് എടുത്തോ, നിങ്ങൾ പെടും, അത് ഉറപ്പാണ്. ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ട് ഞാൻ വരാതിരിക്കുന്നവരെ ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷേ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ബാഡ് സൈഡും ഗുഡ് സൈഡും ഒക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളൊരു സ്ട്രീമിലോട്ട് വരാൻ. അല്ലാതെ സയൻസ് എടുത്താൽ എളുപ്പമാണ്, വെറുതെ അങ്ങ് ജയിച്ചു പോകാം, അങ്ങനെ പോകാം ഇങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വരാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ എല്ലാ സൈഡും അറിഞ്ഞിട്ടേ നമ്മൾ ഒരു സ്ട്രീമിലോട്ട് പോകാവൂ. അതിപ്പോൾ ഏത് സ്ട്രീമാണെന്നുണ്ടെങ്കിലും, ഞാനിപ്പോൾ സയൻസ് ആയതുകൊണ്ടാണ് ഞാൻ സയൻസിനെ പറ്റി പറയുന്നത്. കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അങ്ങനെ അതിനനുസരിച്ച് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കുറേ നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.